വിദ്യയെക്കുറിച്ച് പറയും. അവിചാരിത സിദ്ധി. അവിദ്യ എന്ന് പറയുന്നത് ഇരുള് പോലെയാണ് അതിന്റെ സ്വഭാവം. അതൊരു വസ്തുവല്ല. എന്തുകൊണ്ട് വസ്തുവല്ല? കാരണം വെളിച്ചം വന്നാൽ നശിച്ചു പോകുന്നു. പുസ്തകം ഒരു വസ്തുവാണ്. വെളിച്ചം വന്നപ്പോൾ ഇത് നശിച്ചില്ല. പക്ഷേ ഒരു വസ്തുവല്ലാത്തതുകൊണ്ട് പുസ്തകത്തെ മറിച്ചിരുന്ന ഇരുള് പോയി. അപ്പോൾ ഇരുളിനെ ഒരു വസ്തു എന്ന് പറയാൻ കഴിയും? വെളിച്ചം കൊണ്ട് നശിക്കുന്ന ഒരു വസ്തുവല്ല. വസ്തു അവസ്തു എന്നങ്ങനെ നമ്മൾ തീരുമാനിക്കുന്നു. ഒന്ന് വെളിച്ചം കൊണ്ട് നശിച്ചില്ലെങ്കിൽ നമുക്ക് വസ്തു എന്ന് പറയാം. പുസ്തകം വസ്തുവാണ്. വെളിച്ചം കൊണ്ട് നശിച്ചാൽ അത് വസ്തുവല്ല, ഇരുള്. എങ്ങനെയാണോ വെളിച്ചം കൊണ്ടത് നശിച്ചു പോകുന്നത്, അതുപോലെ ഇവിടെ അവിദ്യ അവിചാരസിദ്ധമാണ്. വിചാരം കൊണ്ട്, വിചാരത്തിൽ നിന്ന് വിവേകം ഉണ്ടായാൽ പിന്നെ അതില്ല. അങ്ങനെയുള്ള ഒന്നാണ് അവിദ്യ. ഇതുപോലെ തന്നെ ഭൗതികമായ ഉഷ്ണം പോലെയല്ല. ഭൗതികമായ ഉഷ്ണം ഭൗതികമായ പരിവർത്തനം ജലത്തിലുണ്ടാക്കി. രണ്ടിനും തുല്യ സത്തയാണ്. ഉഷ്ണത്തിനും കൊണ്ടൊരു സത്ത, ജലത്തിനും കൊണ്ടൊരു സത്ത, ഉപ്പുപരലിനും ഉണ്ട് ഒരു സത്ത. ഇവിടെ അങ്ങനെയാണ്. ഇതെല്ലാം ഈ പ്രജ്ഞാന ഘനത്തിൽ സംഭവിക്കുന്നതാണ്. അവിടെ അവിചാരിത സിദ്ധമായ അവിദ്യ, ആ വിദ്യയും ഇവിടെ പ്രിയം എന്താണ്? ഈ ചിത്തിന്റെ തന്നെ ഒരു പ്രഭാവമാണ്. അതായത് ഈ ചിത്തിന്റെ തന്നെ ഒരു വിലാസമാണെന്ന് പറയും. അല്ലെങ്കിൽ ഈ ചിത്തിന്റെ തന്നെ ശക്തി വിശേഷമാണെന്ന് പറയും. ഈ ചിത്തിനെ തന്നെ ആശ്രയിച്ച് നിൽക്കുന്ന ഒന്നാണ്. എന്നാൽ അത് നിലനിൽക്കുന്ന ഒന്നുമല്ല. വിവേകത്തിൽ അതില്ലാതായി പോകുന്നു. അങ്ങനെയുള്ള ഒന്നുകൊണ്ട് കാര്യകരണ ഉപാധി സംബന്ധ, കാര്യകരണ ഉപാധി സംബന്ധം വരുന്നു. അങ്ങനെ ഇത് വിജ്ഞാന സ്വരൂപമായിരിക്കുന്നതിന് അവിജ്ഞാന സ്വരൂപത്തിൽ നിന്ന് വേറിട്ടൊരു രൂപം ഉണ്ടാകാമോ? അതിനാണ് ഇവിടെ ഉദാഹരണം പറയുന്നത്. ഭൗമ തേജസ് കൊണ്ട് ജലം അതിന്റെ സ്വഭാവത്തിൽ നിന്നും വേറിട്ടൊരു രൂപത്തെ പ്രാപിക്കുന്നു. ഇവിടെയാണെങ്കിൽ ഉപ്പിന്റെ ഉദാഹരണം പറയുമ്പോൾ അതിൽ ഉപ്പെന്ന് പറയുന്ന മറ്റൊരു പദാർത്ഥം ജലത്തിലുള്ളത് കൊണ്ടാണെന്ന് പറയാം. ഭാഷകാരൻ മറ്റു സ്ഥലങ്ങളിൽ പറയുന്നതാണ് ഹിമകരകാദി എന്ന് പറയും. ഹിമത്തിന്റെ മറ്റു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ അവിടെ വേറിട്ടൊന്നുമില്ല. ഇവിടെ ഉഷ്ണം കൊണ്ട് സംഭവിച്ചെങ്കിൽ അവിടെ ശീതം എന്ന് പറയുന്നതുകൊണ്ട് സംഭവിക്കുന്നു. അതിന് വേറെ രൂപത്തെ വരുന്നു. എന്തോ അവിടെ ഒന്നുണ്ട്, അത് നമ്മൾ ശീതം എന്ന് പറയുന്നു. അതുപോലെ ഇവിടെ അവിദ്യ എന്ന് പറയുന്ന ഒന്നുണ്ട്. ആ വിദ്യ എന്നാൽ അത് ഇതിൽ നിന്ന് വേറിട്ടൊന്നാണോ? അല്ല, ഇതിന്റെ തന്നെ ഒരു വിലാസമാണ്. അത് കൊണ്ട് ഇതിന്റെ തന്നെ ഒരു മഹിമയാണ്. ഈ അറിവിന്റെ തന്നെ ഒരു മഹിമ, അത് അറിവിന്റെ തന്നെ ഒരു സവിശേഷതയാണ്. അപ്പോൾ അറിവിൽ അങ്ങനെ ഒരു വിശേഷത ഉണ്ടായിരിക്കുമോ? ഇല്ല. അതാണ് അവിചാര. വിചാരം ചെയ്താലില്ല, അറിവിലതില്ല. അറിവില്ലെങ്കിൽ അതുണ്ട്. അതുകൊണ്ട് കാര്യകരണ ഉപാധി സംബന്ധം വരും. ഇത് സ്വാനുഭവത്തിൽ തന്നെ ചിന്തിച്ചു പോകും. സുഷുപ്തിയിൽ തനേകനായിരുന്നു. അവിടെ ഈ കാര്യകരണ ഉപാധി സംബന്ധമില്ല. ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ ഈ കാര്യകരണ ഉപാധി സംബന്ധം വരുന്നു. ഇതാണ് ഇതിന്റെ കില്യഭാവം. സുഷുപ്തി എന്ന് പറയുന്നതിന്റെ ജലഭാവം, ജാഗ്രത സ്വപ്നം എന്നതിന്റെ കില്യഭാവം. അതിങ്ങനെ സംഭവിക്കുന്നു. എന്താ ഇതിന് കാരണം എന്ന് ചോദിച്ചാൽ എന്ത് പറയും? എന്താ സമാധാനം പറയുന്നത്? ഒരു കാര്യം ഉറപ്പാണ്,
കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കുമില്ല, ഒരു ജീവനുമില്ല. എന്താണോ സുഷുപ്തിയിൽ ഈ തുല്യഭാവം ഉണ്ടായിരുന്നില്ല, കാര്യകരണ ഉപാധി സംബന്ധം ഉണ്ടായിരുന്നില്ല. സുഷുപ്തിയിൽ ഞാൻ ഇതാണ് ശരീരമാണെന്നറിഞ്ഞില്ല, ഞാൻ രാമനാണെന്നോ കൃഷ്ണനാണെന്നോ അറിഞ്ഞില്ല, എനിക്ക് കർണങ്ങളുണ്ടെന്നറിഞ്ഞില്ല, മനസ്സുണ്ടെന്നറിഞ്ഞില്ല. ഇതാണ് ഈ ഉപാധി സംബന്ധം. യാതൊരു തരത്തിലുള്ള അറിവും അവിടെ ഉണ്ടായിരുന്നില്ല. ഇതൊന്നുമില്ലായിരുന്നെങ്കിൽ ശേഷിച്ച് എന്താ അവിടെ ശേഷിച്ചത്? ഞാൻ. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്, ഞാൻ സുപ്തനായിരുന്നു, ഞാനവിടെ ശേഷിച്ചിരുന്നു. അതാണ് ഇതിന്റെ ജലഭാവം. നമ്മുടെ അനുഭവത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാവും. ജാഗ്രതത്തിലേക്ക് വരുന്നു, ഉണർവിലേക്ക് വരുന്നു, ഇതെല്ലാം ഒരുമിച്ച് വരുന്നു. അവിടെ നിന്ന് അങ്ങനെ ഇത് വരുന്നത് എന്ന് ചോദിച്ചാൽ ഒരു സമാധാനമേ ഉള്ളൂ. എന്തുകൊണ്ട് ഇത് സംഭവിച്ചത്? അവിടെ ഇത്തരത്തിലുള്ള ഒരു അനുഭവവും ഇല്ലാതിരുന്നു. ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള പോട്ടെ, പക്ഷെ ഈ പറയുന്ന കാര്യകാരണ സംബന്ധം, ഉപാധി സംബന്ധം എന്ന് പറയുന്ന അനുഭവം, ഈ അനുഭവം ഉണ്ടെന്നാരും പറയത്തില്ലല്ലോ. അനുഭവം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ എല്ലാവരും, അക്കാര്യത്തിൽ വിവാദമില്ല. ചിലർ പറയും അവിടെ ശരീരം ഉണ്ടായിരുന്നു, മറ്റൊരു പറയും ശരീരം ഇല്ലായിരുന്നു, ഈ ഭൂമി ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു, അതിലെല്ലാം വിവാദം വരാം. പക്ഷെ ഈ കാര്യകാരണ ഉപാധി സംബന്ധം, ഈ അനുഭവം, ശരീരം, ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി, ഇവയെ സംബന്ധിച്ചുള്ള ഈ ലോകം, ഇതിനെ സംബന്ധിച്ചുള്ള ഈ അനുഭവം അവിടെ ഉണ്ടായിരുന്നില്ല. ഇതാണ് ഉപാധി സംബന്ധം എന്ന് പറയുന്നത്. ഈ അനുഭവത്തെയാണ് ഖല്യഭാവം എന്ന് പറയുന്നത്. ഇതുണ്ടായിരുന്നില്ല. ശരി, ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ അവിടെ ഈ അനുഭവം ഉണ്ടായില്ല, ഇവിടെ ഈ അനുഭവം ഉണ്ടായി എന്ന് ചോദിച്ചാൽ എന്താ സമാധാനം? ഒരു സമാധാനമുള്ളൂ, എനിക്കറിയില്ല എന്നേ പറയാൻ കഴിയും. എന്തുകൊണ്ട് അവിടെ ഇല്ലായിരുന്നു എനിക്കറിയില്ല, എന്തുകൊണ്ട് ഇവിടെ ഉണ്ടായി എനിക്കറിയില്ല. അറിവില്ല എന്നുള്ള ഒരൊറ്റ സമാധാനം, അതാണ് ഇവിടെ പറയുന്ന അവിദ്യ. ആ അറിവില്ലായ്മ തന്നെയാണ് അവിദ്യ. അപ്പൊ ഇതിനെന്താ കാരണം? അവിദ്യ, വേറൊന്നും കാരണം പറയാനില്ല. അറിവില്ലായ്മ തന്നെയാണ് കാരണം. അറിവില്ലായ്മ കൊണ്ട് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നു. ഇത് തന്നെ അവിടെ സംഭവിക്കുന്നു. അവിടെ പുറമെ ഒരു നിമിത്തമുണ്ടായി, ഇവിടെ തന്നിൽ നിന്ന് തന്നെ ഈ നിമിത്തം ഉണ്ടായി, അറിവില്ലായ്മ. അവിടെ താൻ മാത്രമാണ് ഉണ്ടായിരുന്നത്, മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഈ അറിവില്ലായ്മ എവിടെ ആരംഭിച്ചു? എവിടെ മുതലായി അറിവില്ലായ്മ ആരംഭിക്കുന്നത്? ഇതിന്റെ കാരണത്തെ അന്വേഷിക്കുന്നു. എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്നന്വേഷിക്കുന്നു. അല്ലെങ്കിൽ നിന്നോട് ചോദിക്കുന്നു, ഇതെന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്? അറിവില്ലായ്മ ആരംഭിക്കുന്നത് അവിടെ മുതലാണ്. എപ്പോഴാണോ ഇതിനെ അറിയുന്നത് ആ സമയം മുതൽ. അതിനു പറയാൻ പറ്റുമോ? യാതൊരു ഉപാധി സംബന്ധമില്ലായിരുന്ന സമയത്ത് പറയാൻ പറ്റുമോ എനിക്കിതറിയില്ല? പറയാൻ പോയ കാരണം അവിടെ ചോദ്യമേ ഇല്ല. ഈ ഉപാധി സംബന്ധം ഉണ്ടായിട്ട് വേണ്ടേ ഇത് അറിയുന്നോ അറിയുന്നില്ലേ എന്നുള്ള പ്രശ്നം ഉന്നയിക്കാൻ. അവിടെ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. അറിവും അറിവില്ലായ്മയും സംബന്ധിച്ചുള്ള ഒരു തരത്തിലുള്ള വിഷയങ്ങളും അവിടെയില്ല. ജലത്തിൽ ഈ ഖല്യഭാവം വന്നു വരുമ്പോഴാണ് ചോദിക്കുന്നത് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? പറയുന്നു ഉഷ്ണം കൊണ്ട്. അതില്ലെങ്കിൽ കേവലം ജലം മാത്രമായിരുന്നു അവിടെ എന്താ ചോദ്യം? അവിടെ ചോദ്യമുണ്ടോ സമാധാനമുണ്ടോ? രണ്ടുമില്ല. അപ്പോൾ അതിനോടൊപ്പം വരുന്നതാണ്, ആ ഉഷ്ണത്തോടൊപ്പം വരുന്നതാണ് ഈ പരൽഭാവം. ആ പരൽഭാവത്തോടൊപ്പം നിൽക്കുന്നതാണ് ആ ഉഷ്ണം. ഇത് രണ്ടും ചേർന്നേയിരിക്കും. ഉഷ്ണമില്ലെങ്കിൽ പരലില്ല, ജലം മാത്രം. ഇത് രണ്ടും ആപേക്ഷികമാണ്. എന്നാൽ അതങ്ങനെ സംഭവിക്കുന്നു. അവിടെ ജലം അതിന്റെ രൂപഭാവങ്ങളൊക്കെ വെടിയുന്നു.
മറ്റൊരു രൂപഭാവത്തിലേക്ക് വരുന്നു, എന്നിട്ടും അത് ജലമല്ലാതാകുന്നില്ല. അതാണ്. അതുപോലെ തന്നെ ഇവിടെ ആ ഗാഠനിദ്രയിൽ നിന്ന് ഈ ജാഗ്രതത്തിലേക്ക് വരുന്നു. അവിടെ താനായി തന്നെ ഇരിക്കുന്നു, തനിക്ക് മറ്റൊന്നായി മാറാൻ കഴിയുന്നില്ല, എന്നാലും ഈ ഖല്യഭാവത്തെ പ്രാപിക്കുന്നു. ഈ നാമരൂപങ്ങളെല്ലാം പ്രാപിക്കുന്നു. ഉപാധി സംബന്ധം വരുന്നു. അതെനിക്കറിയില്ല എന്തുകൊണ്ട് സംഭവിക്കുന്നു, അതിനെ അവിദ്യ എന്ന് പറയുന്നു. അല്ലാതെ മറ്റൊന്നുമില്ല. അത് ഇതോടൊപ്പം വരുന്നതാണ്. ഉഷ്ണം വന്നു കഴിഞ്ഞാൽ പരലും വരും. പരലുള്ളപ്പോൾ ഉഷ്ണവും കാണും. അതുപോലെ അത് ഈ ജാഗ്രത സംഭവിക്കുന്നതാണ്. അറിവില്ലായ്മയും ഇതിനെ സംബന്ധിച്ചുള്ള അറിവും രണ്ടുമുണ്ട് ഇവിടെ. ഒന്ന് ഈ ഉപാധി സംബന്ധമാകുന്ന അറിവ്, മറ്റൊന്ന് ഇതിനൊന്നും ഉത്തരം കിട്ടാത്ത അറിവില്ലായ്മ. ഇത് രണ്ടും ഇവിടെ സംഭവിക്കുന്നതാണ്. തന്നിൽ ഇതൊന്നുമില്ല. ജലം എപ്പോഴും അതിന് ജാഗ്രതെന്നോ സ്വപ്നമെന്നോ സുഷുപ്തിയെന്നോ ഉള്ള ഭേദമൊന്നുമില്ലാതെ എപ്പോഴും സ്വച്ഛമായി തന്നെ ഇരിക്കും. അത് ആ പരലായിരിക്കുമ്പോഴും ജലം എന്നുള്ള രൂപത്തിൽ അത് സ്വച്ഛം തന്നെയാണ്. അതുകൊണ്ടാണ് അതിന് വീണ്ടും ജലമാകാൻ കഴിയുന്നത്. അത് സ്വച്ഛമായിരിക്കുന്നതുകൊണ്ടാണ് ഈ ഉപാധി സംബന്ധത്തെ എല്ലാം വിട്ടിട്ട് വീണ്ടും തിരിച്ച് ആ പഴയ ഭാവത്തെ പ്രാപിക്കാൻ അതിന് കാലവും ദേശവും ഒന്നും വേണ്ട. നിമിഷം കൊണ്ട് സംഭവിക്കുന്നു. ഇത് ഇന്ദ്രജാലം പോലെ ഇത് പ്രകടമാകും. വീണ്ടും ഇത് അപ്രത്യക്ഷമാകുന്നു, വീണ്ടും പ്രകടമാകുന്നു. ഇതിനപ്പുറം ഒന്നും സംഭവിക്കുന്നില്ല. ജലത്തിൽ ഉപ്പ് പരൽ പ്രകടമാകുന്നത് പോലെ തന്നെ അത് വീണ്ടും അതിലേക്ക് വിലയിക്കുന്നു, വീണ്ടും അതിൽ നിന്ന് പ്രകടമാകുന്നു. ഇവിടെയും അതുപോലെ തന്നെ താൻ തന്റെ സ്വരൂപത്തെ പ്രാപിക്കുന്നു, വീണ്ടും അവിടെ നിന്ന് പ്രകടമാകുന്നു, വീണ്ടും അത് അവിടെ തന്നെ. ഇതാണ് ഉത്പത്തി പ്രളയങ്ങൾ എന്ന് പറയുന്നത്. സഹജമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉത്പത്തി പ്രളയങ്ങൾ. അതിവിടെ ഇനി വരുന്ന ഭാഗങ്ങൾ അത് കൂടുതൽ വ്യക്തമാക്കുന്നു. ഭാഷ്യത്തിൽ മാത്രമല്ല ശ്രുതിയിലും. കാര്യകരണോപാധി സംബന്ധ ഖില്യഭാവം ആപന്ന അസി വരുന്നു. എന്നിട്ട് പറയുന്നു മർത്യ. പിന്നെ ഇവിടെ പറയുന്നു, ഇതാ ഞാൻ ജനിച്ചിരിക്കുന്നു, ഞാൻ ജീവിക്കുന്നു, മരിക്കുന്നു, എനിക്ക് ലാഭനഷ്ടങ്ങളുണ്ട്, സുഖദുഃഖങ്ങളുണ്ട്, ജയപരാജയങ്ങളുണ്ട്, എല്ലാ ദ്വന്ദ്ങ്ങളും താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ജന്മ മരണ അശനായ പിപാസാദി സംസാര ധർമ്മവത് വതി അസി. ഇപ്പോ നീ മൈത്രേയിയോട് പറയുകയാണ്, ഇപ്പോ നീ ജന്മം, അതാണ് ഈ ഖില്യഭാവത്തെ പ്രാപിച്ചപ്പോ, ഈ ജാഗ്രതത്തിലേക്ക് വരുമ്പോഴേ ഉള്ളൂ ഇതല്ല. അറിവില്ല, എനിക്കറിവില്ല എന്ന് പറയാൻ എപ്പോഴാണോ നമുക്ക് കഴിയുന്നത് അപ്പോൾ മാത്രമേ ഉള്ളൂ എന്താണ് ജന്മം, മരണം, അശന, വിശപ്പ്, പിപാസ, ദാഹം, ഇതെല്ലാം അനുഭവിക്കുന്നു. ഈ ഓരോ അനുഭവങ്ങളും അത് ശാരീരികമായി ശരീര സംബന്ധമായിട്ടുള്ള അനുഭവങ്ങൾ, മാനസികമായ അനുഭവങ്ങൾ, ബാഹ്യമായ പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള അനുഭവങ്ങൾ, ഏതു തരത്തിലുള്ള അനുഭവങ്ങളായാലും ശരി, ഈ അനുഭവങ്ങളോടുകൂടി സംസാരധർമ്മവതി അസി. ഇതാണ് സംസാരധർമ്മങ്ങളെന്ന് പറയുന്നത്. അത് അറിവില്ലായ്മയെ തുടങ്ങുന്നു സംസാരധർമ്മം. അത് ഉണർവിൽ തുടങ്ങുന്നു എന്നർത്ഥം. ഉണർന്നാൽ അറിയും, അല്ലെങ്കിലില്ല എന്നർത്ഥം. അത് വെളിച്ചത്തിനെ സംബന്ധിച്ച് അങ്ങനെയെന്ന് പറയുന്നു. വെളിച്ചം അതിന്റെ സ്വരൂപത്തിൽ ഇരുളില്ല. അതൊരു ചെറിയ ദീപമായാലും ശരി, ഇത്രയും ബൃഹത്തായ സൂര്യനായാലും ശരി, അതിന്റെ സ്വരൂപം എന്ന് പറയുന്നത് അവിടെ ഇരുളിന് യാതൊരു സ്ഥാനമില്ല. പക്ഷേ കണ്ണുകൊണ്ട് ആ വെളിച്ചത്തെ നമ്മൾ കാണാൻ ശ്രമിച്ചാൽ ഇരുളിനെയും കാണും.
എവിടെയെങ്കിലും കാണും, പരിസരത്ത് എവിടെയെങ്കിലും ഇരുളും കാണും. വെളിച്ചത്തെ കാണുന്നിടത്തെല്ലാം അതിനോട് ചേർന്ന് നിഴലിനെയും കാണും. അപ്പോൾ എവിടെ അറിവുണ്ടാകുന്നു അവിടെ അറിവില്ലായ്മയും വരും, വെളിച്ചം പോലെ. എന്നാൽ അറിവിന്റെ സ്വരൂപത്തിൽ അവിടെ ഇരുളില്ല. അതാണ് പരമാർത്ഥം. അപ്പോൾ ഇവിടെ മൈത്രേയിയോട് പറയുന്നു, നീ പരമാത്മാഖ്യം മഹദ്ഭൂതം, മഹത്തായ ഭൂതമാണ്. ആ നിന്നിൽ നിന്ന് തന്നെ ഈ അവിദ്യാവിലാസം സംഭവിച്ചു. അറിവ് തന്നെയാണ്, പക്ഷെ അതുകൊണ്ട് ദോഷമൊന്നുമില്ല. അങ്ങനെ സംഭവിച്ചു എന്ന് വിചാരിച്ചു. അറിവ് തന്നെ അങ്ങനെ വന്നതുകൊണ്ട് ദോഷമില്ല. എന്തുകൊണ്ട്? അതിനെ അറിയാൻ ശ്രമിക്കുമ്പോൾ അതില്ലാതായിപ്പോകും. അതുകൊണ്ടാണ് അല്ല എന്ന് പറയുന്നത്. ഇരുള് ദോഷമേ അല്ല. ഇരുളെപ്പോഴാണ് ദോഷമാകുന്നത്? വെളിച്ചമില്ലാത്തപ്പോൾ. അത് ഭൂതപ്രേത പിശാചുക്കളെയൊക്കെ ഉണ്ടാക്കി അന്ധകരണത്തിൽ ഭയം, വിസ്മയം, കമ്പം പലതിനെയും ഉണ്ടാക്കുന്നു. വെളിച്ചമില്ലാത്തിടത്തോളം കാലം അതിന് കഴിയും. ശരിയായ വെളിച്ചം വരുമ്പോൾ ഇരുള് പോകുന്നു. പിന്നെ അവിടെ മുമ്പ് ഇരുള് നിന്ന സ്ഥലത്ത് അവിടെ പിന്നെ ഭൂതപ്രേത പിശാചുക്കളൊന്നുമില്ല. അപ്പോൾ അത് ഇരുളിനെ നശിപ്പിക്കുന്ന പര്യാപ്തമായ വെളിച്ചം വേണം. ഇനി ആ വെളിച്ചത്തിന്റെ അപ്പുറത്ത് ഇരുള് മാറി നിന്നിട്ട് വീണ്ടും അവിടെ നിന്നുകൊണ്ട് ഭൂതപ്രേതങ്ങളെയൊക്കെ സൃഷ്ടിക്കും. അതുകൊണ്ടാണ് പറയുന്നത് പര്യാപ്തമായ വെളിച്ചം. ഈ പര്യാപ്തമായ വെളിച്ചം എന്ന് പറയുന്നത് എവിടെയാണ്? ആ വെളിച്ചത്തിന്റെ സ്വരൂപത്തിലാണ്. എവിടെയാണോ ഇരുളിന് നിൽക്കാൻ കഴിയാത്തത് അവിടെ. സാധാരണ വെളിച്ചം പോരാ, സാധാരണ വെളിച്ചത്തിന് വീണ്ടും വരും, ഭൂതവും പ്രേതവും എല്ലാം വരും. ഈ പറയുന്ന കാര്യകരണ അനുഭവം വീണ്ടും വരും. അതാണ് ഈ വെളിച്ചത്തിന്റെ ഒരു പോരായ്മ. ഇവിടെ വെളിച്ചമുണ്ട്, പക്ഷെ അതോടൊപ്പം തന്നെ ഈ അനുഭവങ്ങളുമുണ്ട്. ഇതിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സംസാരധർമ്മം. ഈ സംസാരധർമ്മവതിയായിരിക്കുന്നു. വെളിച്ചവും ഇരുളും കൂടിക്കലർന്നിരിക്കുന്നു. തമപ്രകാശവ വിരുദ്ധ സ്വഭാവയോഹു മുമ്പ് പറഞ്ഞില്ലേ തുടക്കത്തിൽ. ആ തമപ്രകാശങ്ങൾ വിരുദ്ധ സ്വഭാവമാണ്, പക്ഷെ ഇവിടെ കൂടിക്കലർന്നിരിക്കുന്നു. വെളിച്ചവും നിഴലും കലരുന്നത് പോലെ ഇവിടെ കലർന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ സംസാരധർമ്മം അങ്ങനെ കലർന്നിരിക്കുമ്പോൾ തന്നെ ആ വെളിച്ചം ഇതിൽ നിന്നും മുക്തനായിരിക്കുന്നു. ആ വെളിച്ചത്തിന്റെ സ്വരൂപത്തിൽ ഇരുളില്ല. അതാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്.